ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെബ് സീരീസ് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. ഒരു തമിഴ് ഹൊറർ ഫോക്ലോർ ജേണറിൽ വരുന്ന ഒരു സീരീസാണ്. അതായത് തമിഴ് ഹൊറർ നാടോടി കഥകളെ ബേസ് ചെയ്തുകൊണ്ട് എടുത്തൊരു സീരീസാണ്, വെബ് സീരീസാണ്. ഒരു മലേഷ്യൻ തമിഴ് വെബ് സീരീസാണ് ഈ ഒരു സീരീസ് ഉള്ളത്. സീരീസിൻ്റെ പേര് വരുന്നത് കരുവനം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സീരീസിൽ മൊത്തം നോക്കുകയാണെങ്കിൽ 24 എപ്പിസോഡ് ഉണ്ട്. 24 എപ്പിസോഡുകൾ എന്നൊക്കെ പറയുമ്പോൾ മൊത്തം 9 മണിക്കൂറുണ്ട് സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മീര, ശാലിനി ഈ രണ്ട് ട്വിൻ സിസ്റ്റേഴ്സ് ആയിരിക്കും ഇവർ. അപ്പോൾ ഇവരെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സീരീസിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ അമ്മ മരിക്കുകയാണ്. അമ്മ മരിച്ചതിന് ശേഷം ഇവർക്ക് ഒരു വീട് സ്വന്തമാവുകയാണ്. അമ്മയുടെ പേരിലുള്ള ഒരു വീട് സ്വന്തമാവുകയാണ്. ആ വീട്ടിലേക്ക് ഇവർ താമസം മാറുന്നതും അതിനുശേഷം ആ വീട്ടിൽ നടക്കുന്ന, ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ ഒരു പ്ലോട്ട് നോക്കുന്ന സമയത്ത് എല്ലാ ഹൊറർ മൂവീസിലും സീരീസിലും ഒക്കെ കാണുന്ന സംഭവങ്ങൾ, ഒരു വീട്ടിലേക്ക് പോകുന്നു, അവിടുത്തെ സംഭവങ്ങൾ അങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സീരീസിൻ്റെ മൊത്തം ടോട്ടൽ കഥ പോകുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ 24 എപ്പിസോഡുകളുണ്ട് എന്നുള്ളത്. ഈ ഒരു സീരീസ് സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള വസന്തം മീഡിയ കോപ്പ് എന്ന് പറഞ്ഞൊരു OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. 24 എപ്പിസോഡ്, അതിൽ 24 എപ്പിസോഡാണ്, 20-25 മിനിറ്റുകൾ അടങ്ങുന്ന 24 എപ്പിസോഡുകളാണുള്ളത്. ഏകദേശം 9 മണിക്കൂറാണ് സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരു മാസം മുമ്പ് യൂട്യൂബിൽ ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൽ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള സീരീസിൽ മൊത്തം 12 എപ്പിസോഡുകളാണുള്ളത്. കാരണം എന്താ വെച്ചാൽ അവർ ലെങ്ത്ത് കൂട്ടി, അതായത് 2 എപ്പിസോഡ് ഒരു എപ്പിസോഡായിട്ടാണ് അതിൽ യൂട്യൂബിൽ കാണിച്ചിട്ടുള്ളത്. ഹൊറർ ജേണറിൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു അവതരണ പുതിയ രീതിയിലുള്ള ഒരു അവതരണമാണ് ഈ ഒരു സീരീസിൽ പറഞ്ഞു വെക്കുന്നത്. അത് തന്നെ ഒരു പുത്തൻ അനുഭവമായിട്ടാണ് എനിക്ക് ഈ ഒരു സീരീസ് കണ്ട സമയത്ത് തോന്നിയിട്ടുള്ളത്. ഈ സീരീസിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാവരും പുതുമുഖങ്ങളാണ്. പുതിയ മുഖങ്ങളാണ്. നമ്മൾ കണ്ടു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരുടെ പേരുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ വായിക്കാം. ഉദയ സൗന്ദരി, ജയശ്രീ വിജയൻ, വിഘ്നേഷ് സദരാജൻ, വീരരാഘവൻ, കൃഷ്മിത ആർ മൂർത്തി, പ്രീഹാൻ ദിനേശ് എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എല്ലാവരും പുതുമുഖങ്ങളാണ്, പുതിയ മുഖങ്ങളാണ്. ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന പെർഫോമൻസുകളായിരുന്നു. പുതിയ ആൾക്കാരാണെന്ന് നമുക്ക് തോന്നില്ല. ആ രീതിയിൽ കിടിലൻ പെർഫോമൻസുകളായിരുന്നു ഇവർ കാഴ്ചവെച്ചിരുന്നത്. ഹൊറർ എലമെൻസ് എന്നുള്ളത് കുറവാണ്, കൂടുതലൊന്നും പറയില്ല. പക്ഷെ എന്നാൽ ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു നിഗൂഢത എന്തെന്നുള്ളത്, കുറേ സർപ്രൈസുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ഒരു സീരീസിലുള്ളതാണ്. ഒരുപാട് സർപ്രൈസുകൾ ഈ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് സർപ്രൈസുകൾ ഈ ഒരു സീരീസിലുണ്ട്. അതിൻ്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് എനിക്ക് ഈ ഒരു സീരീസ് കണ്ട സമയത്ത് തോന്നിയിട്ടുള്ളത്. റൈറ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ റൈറ്റിംഗ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു തോന്നും. ഒരു ക്വാളിറ്റി മേക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നെങ്കിലും റൈറ്റിങ്ങിൽ കുറച്ചുകൂടി കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയത്. 9 മണിക്കൂറുണ്ട്, അത്രയും വേണ്ടായിരുന്നു എന്നുള്ളൊരു അതെനിക്കുണ്ട്. പക്ഷെ എന്നാലും എന്തോ ഒരു പ്രത്യേകത ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഹൊറർ സീരീസുകളൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിച്ച് ഞെട്ടിപ്പിക്കുന്ന ആ രീതിയിലുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും അവിടെ പെർഫോമൻസുകൾ കൊണ്ട് നമ്മളെ പേടിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ, ഈ മുഹൂർത്തങ്ങളൊക്കെ ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സീരീസിന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൊറർ എലമെൻറ്റ്സ് എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിലൊന്നുമില്ല. ഇവരുടെ ഒരു ഇമോഷണൽ രംഗങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും. പിന്നെ ആ ഒരു ഇമോഷണൽ നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളതും. പിന്നെ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് കിടിലനായിട്ടുള്ള ഒരു 4 എപ്പിസോഡുകൾ കിടിലൻ തന്നെയായിരുന്നു, സൂപ്പറായിരുന്നു. ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊച്ചു സീരീസ്, ഒരു ലോ ക്വാളിറ്റി സംഭവമായിരിക്കും എന്നുള്ള രീതിയിൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ തുടങ്ങിയ സമയത്ത് പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് കണ്ടുപോയി എന്നുള്ളതാണ്, മൊത്തത്തിൽ അങ്ങ് കണ്ടുപോയി എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. CGI വർക്ക് ആയിക്കോട്ടെ, VFX ആയിക്കോട്ടെ, നല്ല രീതിയിൽ തന്നെ അവർ എല്ലാം നല്ല ടെക്നിക്കൽ സൈഡുകളൊക്കെ വളരെ മികച്ച രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സംഭവങ്ങളൊക്കെ തന്നെയാണ് സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ലെങ്ത്ത് കുറച്ച് കൂടുതലാണെങ്കിലും അവർ കഥ പറഞ്ഞു പോകുന്ന നല്ല ഫാസ്റ്റായിട്ട് തന്നെ കഥ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോ എപ്പിസോഡും നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്നുണ്ട് സംഭവം. അത് തന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്നുള്ളത്. എന്തായാലും നിങ്ങളത് കണ്ടു നോക്കുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്ത ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിലും ഫ്രീ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് സംഭവം.
എന്തായാലും കണ്ടു നോക്കുക, ഒരു മസ്റ്റ് വാച്ച് സംഭവമാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കരുവനം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, മറ്റ് മലയാളം ഭാഷകളൊന്നും അവൈലബിൾ അല്ല. ഓക്കെ, എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ, ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു നല്ലൊരു സീരീസ് ആയിട്ടാണ് എനിക്കൊരു സീരീസ് അനുഭവപ്പെട്ടത്. പിന്നെ ലെങ്ത്ത് കുറച്ച് കൂടി പോയതുള്ളതാണ്. മൊത്തം 24 എപ്പിസോഡ് എന്ന് കേൾക്കുമ്പോൾ 24 എപ്പിസോഡെന്ന് നമ്മൾ വിചാരിക്കും. 25 മിനിറ്റുകൾ നടക്കുന്ന 24 എപ്പിസോഡുകളാണ്. അത് അതിൻ്റെ പേര് കൊടുക്കുന്ന സംഭവങ്ങളും അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിന് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഷോർട്ടായിട്ട് കാണിക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വരുന്ന പ്രധാനപ്പെട്ട സീനുകളൊക്കെ ഇതിൽ ഷോർട്ടായിട്ട് കാണിച്ചു പോകുന്ന കുറച്ച് രംഗങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ട. അടുത്തൊരു എപ്പിസോഡ് കാണാനുള്ളൊരു ഇൻട്രസ്റ്റിംഗ് തരുന്നുണ്ട് നമുക്ക്. അടുത്ത് എന്ത് സംഭവിക്കാൻ, അതെങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തരുന്ന രീതിയിലാണ് അവർ മൊത്തത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.